ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ചൂരൽമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ കെട്ടിടങ്ങളില്ല. എല്ലാ കെട്ടിടങ്ങളും ചൊവ്വാഴ്ച രാത്രിയിൽ ഉരുൾപൊട്ടലിൽ നിലം പതിച്ചു. എനിക്ക് പുറകിൽ കാണുന്ന പുഴ കുറെ മാറിയായിരുന്നു ഒഴുകിയിരുന്നത്. പക്ഷേ ആ പുഴ ഇപ്പോൾ സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ കെട്ടിടങ്ങൾക്കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കുറെ കെട്ടിടങ്ങൾ ഇപ്പോഴും ഭൂമിക്കടിയിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്ത് ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡിപ്പോൾ പൂർണ്ണമായും നാമാവശേഷമായി കഴിഞ്ഞു. ആ റോഡുണ്ടായിരുന്ന സ്ഥലത്തുകൂടെ ഇപ്പോൾ പുഴ ഒഴുകി നീങ്ങുകയാണ്. അട്ടമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമാണ് ചൊവ്വാഴ്ച പുലർച്ചെ 1:30-ക്കും 4:30-ക്കും ഉരുൾപൊട്ടി വലിയ പേമാരിയായി മലവെള്ളപ്പാച്ചിലായി പുഴ ഒഴുകിയിറങ്ങിയത്. അവിടെ നിന്നും 200ഓളം വീടുകളുണ്ടായിരുന്ന ആ പ്രദേശത്തെ ഏകദേശം മുഴുവൻ വീടുകളും ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചിറങ്ങി ഈ താഴെ വന്നു. ഈ താഴെ വന്നപ്പോൾ ഈ ചൂരൽമല എന്ന് പറയുന്ന ഈ ടൗണിനെ പൂർണ്ണമായും ആ മലവെള്ളപ്പാച്ചിൽ വിഴുങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് കേരളം ഉണർന്ന് റെസ്ക്യൂ സംഘം പൂർണ്ണമായി രാവിലെയോടുകൂടി തന്നെ ഓരോ ടീമായി ഈ ചൂരൽമലയിലേക്ക് ഒഴുകിയെത്തി. ഒടുവിൽ സൈന്യവും എത്തിയപ്പോൾ കേരളം ആശിച്ച പോലെ, കേരളം പ്രതീക്ഷിച്ച പോലെ കേരളം ഒറ്റക്കെട്ടായി നിലകൊണ്ടുകൊണ്ട് സർക്കാർ സംവിധാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചപ്പോൾ ഒടുവിൽ അവിടെ കുടുങ്ങിക്കിടന്ന 200ഓളം വീടുകളിലായി അല്ലെങ്കിൽ കുറെ ക്യാമ്പുകളിലായി റിസോർട്ടുകളിലായി കുടുങ്ങിക്കിടന്നിരുന്ന ആളുകളെ പൂർണ്ണമായും സൈന്യത്തിന്റെയും NDRFന്റെയും ഒക്കെ സഹായത്തോടെ നമുക്ക് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച നിരവധി മൃതദേഹങ്ങൾ, നിരവധി പരിക്ക് പറ്റിയ ആളുകൾ, തീരെ അവശരായവർ, അവരെയും NDRF സംഘം ഓരോരുത്തരെയായി റോപ്പ് ലിഫ്റ്റിംഗ് വഴി ഇക്കരയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ കണ്ട ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടാകുമായിരുന്നുവെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ വൈകുന്നേരമാവുമ്പോൾ, രാത്രിയാവുമ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് നമ്മളിപ്പോൾ കാണുകയാണ്. ഏതായാലും കേരളം ഒന്നായി തീർന്നപ്പോൾ, കേരളം ഒരുമിച്ച് അല്ലെങ്കിൽ മലയാളികൾ ഒരുമിച്ച് ഈ ഒരു ദൌത്യത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയപ്പോൾ, ഹെലികോപ്റ്റർ വന്ന ആളുകളെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തിയപ്പോൾ, ഈ ഒരു റോപ്പ് സൈന്യത്തിന്റെ സഹായത്തോടുകൂടി സുരക്ഷാ പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചപ്പോൾ മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഒരിക്കൽ കൂടി മലയാളികൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇനിയും തീർന്നിട്ടില്ല. പരമാവധി ആളുകളെ നമുക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇനിയും അട്ടമലയിൽ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെയും രക്ഷപ്പെടുത്തുമെന്നുള്ള സുരക്ഷാ പ്രവർത്തകരുടെ വാക്കുകൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ ആശങ്കയായി നിൽക്കുന്നത് കൂടുതൽ കൂടുതൽ മൃതദേഹങ്ങൾ പലയിടങ്ങളിൽ നിന്നായി ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 100 കവിഞ്ഞ ഈ മരണപ്പെട്ടവരുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാം. ഏതായാലും കേരളം ഇന്നോളം കണ്ട ദുരന്തങ്ങളിൽ ഒരു വലിയ ദുരന്തമായി ഇത് മാറുമ്പോഴും നമ്മൾ ഒന്നായി നിന്ന് ഈ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു തീർത്തുവെന്ന് നമുക്ക് ആശ്വസിക്കാം. ഈ ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിൽ നിന്നും ന്യൂസ് 18 വേണ്ടി ക്യാമറാമാൻ ശ്രീജിത്ത് C. കല്ലുമുട്ടിക്കൊപ്പം ഷബീർ PM, വയനാട്.